കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആരാധകർക്ക്, ഹമാസ് ആരാധകർക്ക്, തീവ്രവാദ സംഘടനകളുടെ ഫാൻസിന് ആഹ്ലാദിക്കാവുന്ന, ആനന്ദിക്കാവുന്ന ഒരു വാർത്ത ഇതാ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി അല്ലെങ്കിൽ ആ സംഘടനയിൽ ജോയിൻ ചെയ്ത് ആ തീവ്രവാദ സംഘടനയുടെ ഭീകരാശയങ്ങളിൽ ആകർഷകരായി പൊട്ടിത്തെറിക്കാൻ അഫ്ഗാനിലേക്കൊക്കെ പോയ ഒരു കൂട്ടം മലയാളികളുണ്ട്. അതിൽ ഒരു മെറിനുണ്ടായിരുന്നു, അതിലൊരു സോണിയ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിലൊരു നിമിഷയുണ്ടായിരുന്നു, ബെക്സിനുണ്ടായിരുന്നു, ബെസ്റ്റിനുണ്ടായിരുന്നു. ആ കൂടെ പോയ മുഹമ്മദ് സാജിദ് എന്ന് പറയുന്ന കൊടും ഭീകരന്റെ ഒരു ചിത്രം ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് സ്റ്റേറ്റ് മാഗസിനിൽ പുറത്തു വന്നിരിക്കുന്നു. അത് കേരളത്തിലെ മതേതര മനസ്സിനെ വളരെയധികം വേദന ഉളവാക്കുന്ന, നടുക്കമുളവാക്കുന്ന ഒരു വാർത്തയാണെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഫാൻസിന് വളരെയധികം ആഹ്ലാദിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കേരളം ഇത്തരത്തിൽ വളക്കൂറുള്ള ഒരു മണ്ണായി, തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി എന്തുകൊണ്ട് മാറുന്നു? ഒപ്പം തന്നെ ചില ഞെട്ടൽ ഉളവാക്കുന്ന, നടുക്കുന്ന മറ്റു ചില വാർത്തകൾ കൂടി ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ബംഗാൾ കേന്ദ്രീകരിച്ച് അവരുടെ ഒരു പ്രൊവിൻസ് രൂപവൽക്കരിക്കാനുള്ള ഒരു നീക്കം ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തുന്നതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ഇത്തരം വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു നിലപാട്, നമ്മൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന നമുക്ക് കൃത്യമായിട്ടും അറിയാം. ഈ ലോകത്തിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഒരു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള, ശരീഅത്ത് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ലോകക്രമത്തിലേക്ക്, ഒരു ഭരണക്രമത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള സംഘടന. 2013-14 കാലഘട്ടത്തിൽ അൽ ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ സിറിയ, ഇറാഖ് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഒരു സംഘടന. ആ സംഘടനയിലേക്ക് ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇസ്ലാമിക് കാലിഫേറ്റ് സ്ഥാപിക്കുക അല്ലെങ്കിൽ കാലിഫേറ്റിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ആ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയത്. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും നിരവധി പേർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പോയവർ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് രൂപീകൃതമായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറൈസാൻ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയുടെ ഭാഗമാകാൻ നിരവധി പേർ പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രധാനമായും 3 വാർത്തകളാണ്. അതായത്, ഒരു മലയാളിയായിട്ടുള്ള, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാജിദ് എന്ന് പറയുന്ന വ്യക്തി. ഈ പറയുന്ന വ്യക്തി കാസർഗോഡ് സ്വദേശിയാണ്. ആള് ഈ ദുബായ് വഴി ഈ അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചേരുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാകുന്നു. കേരളത്തിൽ വെച്ച് തന്നെ ഹൈലി റാഡിക്കലൈസ് ചെയ്യപ്പെട്ട വ്യക്തി, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷനായിട്ടുള്ള വ്യക്തി. ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തന്നെ ചില എഴുത്തുകളിൽ പറയുന്നത്, കേരളത്തിൽ തന്നെ അദ്ദേഹം ഒരു തീവ്രവാദ ആഭിമുഖ്യമുള്ള ഒരു സംഘടനയുടെ ഭാഗമായി ചേർന്ന് ചില മിലിറ്ററി സമാനമായിട്ടുള്ള ചില പരിശീലനമൊക്കെ ഈ പറയുന്ന വ്യക്തിക്ക് കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന വ്യക്തി 2020 അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ഗുരുദ്വാരയിൽ നടത്തിയ ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ മുഹമ്മദ് സാജിദിനെ പ്രൊജക്റ്റ് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു മാഗസിൻ, അതിൽ അല്ലെങ്കിൽ ട്രിബ്യൂട്ട് ഫോർ മാർട്ടീഴ്സ് എന്നതിൻ്റെ എന്ന പേരൊക്കെ ഇട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു മാഗസിൻ പുറത്തിറങ്ങുകയുണ്ടായി. ആ മാഗസിനിലെ ഒരു ചിത്രമായിട്ട് വന്നിരിക്കുന്നത് ഈ മുഹമ്മദ് സാജിദ് എന്ന് പറയുന്ന മലയാളിയുടെ ചിത്രമാണ്. കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ടൈം മാഗസിനിലൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ ചിത്രം വരുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന, നമ്മളത് പ്രൊജക്റ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു മലയാളിയുടെ ചിത്രം വന്നിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഒരു മാഗസിനിലാണ്. ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഒരു ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ആ പറയുന്ന വ്യക്തിയുടെ ഒരു ചിത്രം വന്നിരിക്കുന്നത്. ഈ മുഹമ്മദ് റാഷിദ്, നമുക്കറിയാം, അബ്ദുൾ റാഷിദിന്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ജോയിൻ ചെയ്യാൻ പോയ 21 അംഗ മലയാളി സംഘത്തിൽ അംഗമായിരുന്നു. നമ്മൾ നേരത്തെ പലതവണ ഡിസ്കസ് ചെയ്ത ഐഷയായി മാറിയിട്ടുള്ള സോണിയ സെബാസ്റ്റ്യൻ ഒക്കെ ആ സംഘത്തിലെ അംഗമായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ ജനുവരി മാസം 25-ാം തീയതി ഈ ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയ ഔട്ട്ലെറ്റ് ഉണ്ട്, അൽ ബംഗ്ല ന്യൂസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ്. അവർ പുറപ്പെടുവിച്ചൊരു വാർത്തയുണ്ട്. അതായത്, ഈ ബംഗാൾ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പ്രൊവിൻസ് അത് രൂപപ്പെടാൻ പോകുന്നു, അത്തരത്തിലുള്ളൊരു ആശയം നിറഞ്ഞൊരു വാർത്ത. നമുക്കത് അതിവ്യാപകമായിട്ടുള്ളൊരു പ്രത്യാഘാതമാണ് അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് പോകുന്നത്. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ആ ഒരു പ്രൊവിൻസിന്റെ ഭാഗമാക്കാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസം തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നത്. അതിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു
വാചകം കൂടി നമുക്കൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് പഴയ പോലെ ഇന്ത്യയിൽ ഒരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മറ്റ് ഭീകര സംഘടനകളൊക്കെ നടത്തുന്ന പോലെ ഒരു ലാർജ് സ്കെയിൽ അറ്റാക്സ് അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള അവരുടെ അനുഭാവികളിലൂടെ ഒരു ലോൺ വൂൾഫ് അറ്റാക്സ് നടത്താൻ പലതവണ അവർ ശ്രമിച്ചതായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 3 വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ റോബിൻ, ഈ മുഹമ്മദ് സാജിദ് എന്ന് പറയുന്ന വ്യക്തി, അത് എത്രത്തോളം ഭീകരമാണ് ആ ഒരു വാർത്ത എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, മതേതര കേരളം, പ്രഭുത്വ കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക്, അതായത് 2015 ഇന്ത്യ നിരോധിച്ച ഭീകര സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി ജിഹാദിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ഒരു വ്യക്തി, ഒരു യുവാവാണ്. നമുക്കറിയാം, ഈ മുഹമ്മദ് സാജിദിന്റെ കൂടെ പോയ സംഘത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ നിന്നും ദുബായ് വഴി, ഗൾഫ് രാജ്യങ്ങൾ വഴി ഈ അഫ്ഗാനിസ്ഥാനിലെത്തുന്നു, ചാവേറായി പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഈ വാർത്ത പലപ്പോഴും എനിക്ക് കേരളത്തിന് പുറത്തുള്ളവരെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് ഉള്ളിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കേട്ട് ഞെട്ടുന്നില്ല, ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്തുകൊണ്ട് കേരളം തീവ്രവാദികളുടെ ഒരു സേഫ് സോണായി മാറുന്നു, അവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി എന്തുകൊണ്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ നിസ്സംഗതയിൽ നിന്നും വളരെ വ്യക്തമല്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പണ്ട് ഒരിക്കലൊരു ഇറാഖിൽ നിന്നുള്ള ഒരു ബിഷപ്പ്, അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര ക്രൂരമായിട്ടാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അവിടെയുള്ള ആളുകളെ കൊന്നത്. ഒരു വൈദികനെ, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു വൈദികനെ ഫോൺ വിളിച്ച് വെച്ചു, കുഴപ്പമുണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് മാറാൻ പറഞ്ഞ് വിളിച്ച്, അത് കഴിഞ്ഞ് കുറച്ച് അല്പസമയം തന്നെ, അദ്ദേഹം പറഞ്ഞ ഒരു 5 മിനിറ്റിന് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം വിളിക്കുമ്പോൾ ആ വൈദികനെ ആ തീവ്രവാദികൾ കൊന്നു കളഞ്ഞ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്ര തീവ്രമായിട്ട് വ്യാപകമായിട്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു സംഭവമായിരുന്നു ISIS തീവ്രവാദികൾ ഇറാഖിൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത്. സിറിയയിലും ഇറാഖിലും നടത്തി. അന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലോകരാജ്യങ്ങൾ, അന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വളരെ വലിയ തോതിൽ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളടക്കം അവിടെ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അന്ന് ഇവർ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ഖാലിഫേറ്റ് സ്ഥാപിക്കുക എന്നുള്ള ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, കീഴടക്കുക, ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്ക് ഇവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുകയും കൃത്യമായ മുൻകരുതലുകൾ രാജ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അന്ന് തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇവർ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഓർക്കുക, ഖാലിഫേറ്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ആളുകൾ ഒഴുകിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതാണ് ആശയത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഖാലിഫേറ്റ് സ്ഥാപിക്കാനാണെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് പോലും അത് എത്രത്തോളം കേരളത്തിലെ ഈ റാഡിക്കലൈസ് ചെയ്ത ആളുകളുടെ ഉള്ളിൽ അത് പതിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്രയും ആളുകൾക്ക് ഇവിടെ നിന്ന് പോകാൻ, ഖാലിഫേറ്റ് ഞങ്ങൾ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ഇവിടെയുള്ള മനുഷ്യരുടെ ഉള്ളിൽ ഈ ഐഡിയോളജി പതിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭീതിജനകമായ ഒരു വസ്തുതയാണ്. അവിടെ നിന്നാണ് നമ്മൾ PFIയുടെ ഉദയവും അതുപോലെ തന്നെ ഹമാസിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് മനുഷ്യരുടെ ഉള്ളിൽ ആ ഐഡിയോളജി പതിഞ്ഞു കിടക്കുന്നു. അവിടെ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ക്രിസ്ത്യാനികളെ എന്തുകൊണ്ട് ഇത്ര ക്രൂരമായി ഇവർ കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമം പേറുന്നവരാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുള്ള അവരുടെ വെറുപ്പ് എന്ന് പറയുന്നത് അത്ര തീവ്രമാണ്. ക്രിസ്തുവിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ കാഫിറുകളാണ്. അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂരമായി ചെയ്യുന്നത് എങ്ങനെയെന്ന് അവർ വളരെ കൃത്യമായിട്ട് ഇറാഖിലും സിറിയയിലും കാണിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിനെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ എന്നുള്ളത്. നമ്മൾ അല്ലാതെ ഒരു ഇസ്ലാമിക റാഡിക്കലൈസ് ചെയ്ത തീവ്രവാദ സംഗതി എന്നുള്ള രീതിക്കോ അപ്പുറത്ത് കൃത്യമായി കാഫിറുകളെ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ഒരു രീതിയിലേക്ക്, അത് ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ ഐഡിയോളജി വളരെ കൃത്യമായി അവർ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, നിങ്ങളെ കൊല്ലുന്നവർ തങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് ആളുകൾ ചിന്തിക്കുന്ന കാലം വരുന്നുവെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശരിയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എത്ര കാരണം അവരുടെ ലൈഫ് അതാണ്. ഈ മനുഷ്യരെ കൊന്നുകളയുക, ഈ മനുഷ്യരെ വെറുതെ വന്നാൽ പോരാ, ക്രൂരമായി കൊന്നുകളയുക. അതിലാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നതും അതിൻ്റെ ഉള്ളിൽ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി.
അത് എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെ ഇത് പടർന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ പടർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഐഡിയോളജി ഇന്ന് നമുക്കറിയാം സഭയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ മേഖലയിലാണ്. ആഫ്രിക്കൻ മേഖലയിൽ ഈ നമുക്കറിയാം ആഫ്രിക്കയുടെ നോർത്തേൺ ഭാഗങ്ങളിൽ ഇസ്ലാമിക് അനുഭാവമുള്ള രാജ്യങ്ങളാണ്. അവിടെ കംപ്ലീറ്റ്ലി ഇസ്ലാമാണ്. സദേൺ ഭാഗങ്ങളിലേക്ക് മിഡിൽ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. മിഡിൽ ഭാഗത്ത് ഇസ്ലാമും ക്രിസ്ത്യനും ചേർന്ന ഭാഗങ്ങളാണ്. എന്ന് വെച്ചാൽ സഹൽ റീജിയൻ എന്ന് പറയുന്ന ആ മേഖല മൊത്തം. ഇവിടെ മുഴുവനും തീവ്രവാദി, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന് അനുഭാവമുള്ള തീവ്രവാദി സംഘടന പടർന്നു പിടിച്ചേക്കുവാണ്. ഇന്ന് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന, സൊമാലിയയിൽ നിന്ന് വരുന്ന ഭീകരമായ ഒരു റിപ്പോർട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് ഖാലിഫേറ്റ് സൊമാലിയയിൽ സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന്. അതിന് അവിടെ ടാൻസാനിയ, അതുപോലെ സുഡാൻ അടക്കമുള്ള, ഇതുപോലെ നൈജീരിയ, നൈജർ, അങ്ങനെയുള്ള ഈ മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വ്യാപകമായിട്ട്. എന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ സൊമാലിയയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഇനി പാകിസ്ഥാനിലേക്ക് വരിക. അഫ്ഗാനിസ്ഥാന്റെ ആ മേഖലകളിൽ, ബലൂച്ച് മേഖല, അതുപോലെ തന്നെ ആ മേഖലകളിലെല്ലാം തന്നെ അവിടെ ഒരു പ്രൊവിൻസ്, ഒരു ഖാലിഫേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അധിനിവേശം നടത്തിയിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശാഖ ഇതിനോടുകൂടി സ്ഥാപിക്കുക എന്നുള്ള രീതിയിൽ അവിടെ വ്യാപകമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഗവൺമെന്റ്, ഇപ്പൊ സൊമാലിയയിൽ നടത്തുന്ന അവിടുത്തെ ഗവൺമെന്റ് അസ്ഥിരമാണ്. അവിടെ വളരെയധികം അരാജകത്വം നിറഞ്ഞു നിൽക്കുന്നു. അതേ കാര്യം തന്നെയാണ് പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും അടക്കം നടത്തിച്ച് അങ്ങനെയുള്ള ഒരു പ്രൊവിൻസ്, ഒരു ഖാലിഫേറ്റ് സ്ഥാപിച്ചെടുക്കാൻ അവരവിടെ ശ്രമിക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഭീകരമായ വസ്തുത ഏറ്റവും യൂറോപ്പിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരമാണ് ഇതിന്റെ ഐഡിയോളജിയുടെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂറോപ്പിൽ ആക്രമണം നടത്തുന്ന ഈ ആളുകളിൽ ഭൂരിഭാഗവും 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ ആക്രമണം നടത്തി ഇവരെ കുറിച്ച് അന്വേഷണം നടത്തി കഴിയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത് നേരിട്ട് ഇവർക്ക് ബന്ധമില്ല. ഈ ഐഡിയോളജി സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ ഏതെങ്കിലും തലങ്ങളിലൂടെ വന്ന് അതിനെ ഉള്ളിലേക്ക് എടുത്തേച്ചിട്ട് ആണ് ഇതുപോലെ ക്രൂരമായ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഓർക്കുക, ഇതുപോലുള്ള എന്ന് വെച്ചാൽ ഈ വിശ്വാസത്തിൽ പെടാത്ത ആളുകളെ ക്രൂരമായി കൊന്നുകളഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇതുപോലെ നേരിട്ട് ഭീകരരുമായി ബന്ധമില്ലാതെ തന്നെ ഇതുപോലെ കൗമാരക്കാർ ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ പടരണമെന്നുണ്ടെങ്കിൽ എത്ര ഭീകരമാണ് ഈ സംഘടന എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരുന്നു എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടന ഈ ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കേരളത്തിലേക്ക് വരേണ്ടത്. ഇങ്ങനെ നമ്മൾ കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം ചിത്രീകരിച്ച് നമ്മൾ പോകാൻ കഴിയില്ല ഇതിനെ. ഇത് ഈ ലോകമാസകലം നടക്കുന്ന എന്ത് സ്വഭാവമാണോ ഇവർ വെച്ചു പുലർത്തുന്നത്, ഏത് രീതിയിലാണോ ഇവർ മനുഷ്യരോട് പെരുമാറുന്നത്, അതേ കാര്യം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഈ കേരളത്തിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇതുപോലെ ഞങ്ങൾ ഖാലിഫേറ്റ് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി ഈയാമ്പാറ്റകളെ പോലെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്ഥിതി എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ ഭരണകൂടവും ജനങ്ങളും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കേണ്ടത് ആളുകളെ ഇതുപോലെ ക്രൂരമായി കൊല്ലുന്നത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ ശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ആ ഐഡിയോളജി വളരെ ഭീകരമാണ്. അത് നാളെ കേരളത്തിൽ എന്ത് തരത്തിലുള്ള ക്രൂരതയും പ്രവർത്തിക്കാൻ മാത്രം ഭീകരമാണ് ആ ഐഡിയോളജി എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭരണകൂടമാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെ വോട്ട് ബാങ്കിന് വേണ്ടി അടക്കം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നാളെ ഒരു ദിവസം ഈ വോട്ട് ബാങ്കിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഈ ആളുകളുടെ തന്നെ കഴുത്തിന് ഓർക്കുക, അവരെ കൂടി കൊല്ലുന്നതാണ് ഇവരുടെ സ്വർഗം. ഈ തീവ്രവാദികളുടെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയിലും ഇറാഖിലും എന്ത് ചെയ്തോ അത് തന്നെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത് റോബിൻ പറഞ്ഞതിൽ രണ്ടുമൂന്ന് പ്രസക്തമായിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. അതായത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവർക്ക് ഈ ലോകം മുഴുവൻ ഒരു ശരീഅത്ത് ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഒരു ഗ്ലോബൽ ജിഹാദ് കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഈ അൽ ബാഗ്ദാദി കൊണ്ടുവരുന്നു. പിന്നീട് നമുക്കറിയാം അത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രാക്ടിക്കൽ അല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് റോബിൻ പറഞ്ഞതുപോലെ ചില പ്രൊവിൻസുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഇറാഖ്, സിറിയ പോലുള്ള മേഖലകളിൽ അവർക്ക് പ്രൊവിൻസ് ഉണ്ട്. പറഞ്ഞതുപോലെ ആഫ്രിക്കയിൽ അവർക്കൊരു പ്രൊവിൻസ് ഉണ്ട്. ഏറ്റവും നമ്മെ ഭീതിപ്പെടുത്തുന്ന ഈ കാശ്മീർ അല്ലെങ്കിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് അവർക്ക് ഒരു പ്രൊവിൻസ് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ബംഗാൾ കേന്ദ്രീകരിച്ച ഒരു പ്രൊവിൻസ് ഉണ്ടാക്കാൻ പോകുന്നു. 2016 അവർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബംഗാൾ കേന്ദ്രീകരിച്ച് അവർക്കൊരു പ്രൊവിൻസ് ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്താൻ പോകുന്നു. അത് വീണ്ടും റിന്യൂ ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ മാസം നടന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു സ്വഭാവത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ 2014-15 ആ കാലഘട്ടത്തിലുള്ള ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡി അല്ല അവരിപ്പോൾ നടപ്പാക്കുന്നത്. റോബിൻ അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്ലീപ്പർ സെല്ലുകൾ, അതാണ് നമ്മൾ ഈ UN-ന്റെ റിപ്പോർട്ട് ഇവിടെ പ്രസക്തമാകുന്നത്. അതിനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് വ്യാപകമായിട്ട് ക്രിപ്റ്റോ കറൻസി വഴി ഇവർ ഫണ്ടും കൂടെ ശേഖരിക്കുന്നുണ്ട്. അത് അതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു. വ്യാപകമായിട്ട് ക്രിപ്റ്റോ കറൻസി വഴി വ്യാപകമായി ഇന്ത്യയിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തു കൂടിയുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്ലീപ്പർ സെല്ലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് കറക്റ്റാണ്. കാരണം ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോടെ പോകുന്ന വ്യക്തി ഏത് നിമിഷമാണ് കത്തിയും കൊണ്ട് തലയിറക്കുന്നത്, കഴുത്തിറക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ പലരുടെയും റിമോട്ട് കൺട്രോള് ഒരാളുടെ ഒരു സോഴ്സിലാണ് ഇരിക്കുന്നത്. ആ റിമോട്ട് കൺട്രോൾ ഏത് നിമിഷം അമർത്തി കഴിഞ്ഞാൽ അങ്ങ് യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും കത്തിയെടുത്ത്, കാറെടുത്ത്, ഇന്ന് വലിയ തോക്ക് ബോംബ് ഒന്നും വേണ്ട, ഈ ഹോം മെയ്ഡ് വെപ്പൺസ് വഴിയാണ് ഈ ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നടത്തുന്നത്. യൂറോപ്പിൽ നാം കണ്ടതാണ്. അപ്പോൾ ഇവരുടെ പലരുടെയും റിമോട്ട് കൺട്രോൾ പലയിടത്താണ് ഇരിക്കുന്നത്. ഈ പറയുന്ന റോബിൻ പറഞ്ഞതുപോലെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ളത് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ആ തീവ്രവാദപരമായിട്ടുള്ള ആശയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അരുൺ, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് 2016 മുതൽ ഇന്ത്യയിൽ നിന്നും പോയവരുടെ ഒരു കണക്ക് നാം പരിശോധിക്കുമ്പോൾ ഏകദേശം 250ഓളം ഇന്ത്യക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ജോയിൻ ചെയ്തു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നമ്മെ ഞെട്ടിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏകദേശം 100-നടുത്ത്, കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 98ഓളം പേർ, 250-ൽ 98ഓളം പേർ കേരളത്തിലാണ്. നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നു കേരളം നമ്പർ 1 എത്തിയിരിക്കുന്നു. അപ്പോൾ അത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതല്ല. നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ അത്തരം തീവ്രവാദ സംഘടനകളിലേക്കോ ഒരു ഒഴുക്ക് സംഭവിക്കുന്നില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇപ്പോൾ കുറെ കൂടി കാര്യക്ഷമമായിട്ട് സുരക്ഷ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നു. പക്ഷേ അവരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആകർഷ്ടരാക്കുന്ന അത്തരത്തിലുള്ള ഒരു ഐഡിയോളജി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി സംവിധാനങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലില്ല. അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്നതല്ലേ? ജോർജി, നമ്മുടെ കേരളത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കേരള സാർ 100% ലിറ്ററസി സാർ എന്നുള്ളത്. ഇപ്പോൾ ഈ സാജിദിന്റെ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. സാജിദിന്റെ കവർ ഫോട്ടോയുമായിട്ടുള്ള ചിത്രങ്ങൾ. ആ ചിത്രങ്ങളുടെ എല്ലാം താഴത്തെ കമന്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കേരള സാർ 100% ലിറ്ററസി സാർ. എന്തുകൊണ്ടാണ് ഈ കമന്റ് കേരളത്തിനെ കുറിച്ച് വരുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ 100% ലിറ്ററസി ഉള്ള സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്ത് നിന്ന് ജോർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവനല്ല IS-ലേക്ക് പോയത്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയവരുടെ ഓരോരുത്തരെയും പഠിക്കുകയാണെങ്കിൽ, കാസർഗോഡ് നിന്ന് പോയ ഓരോ വ്യക്തികളെയും പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇവരെല്ലാവരും ഒന്നുകിൽ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. ഈ സാജിദ് ഒരു കടയുടമയാണ്. എല്ലാവരും സോണിയ സെബാസ്റ്റ്യൻ ഡെന്റൽ കോളേജിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ്. അതോടൊപ്പം തന്നെ ഈ പോയ ചിലരെ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഇവര് ഭൂരിഭാഗം പേരും പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ അവിടുത്തെ അധ്യാപകരായിരുന്നു. ഈ അബ്ദുൾ റാഷിദ് അവിടുത്തെ ട്രെയിനറായിരുന്നു. മിറിനും സോണിയ സെബാസ്റ്റ്യനൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. ഇവർ ഇങ്ങനെയായി? ഈ സാജിദിന്റെ കാര്യം തന്നെ നോക്കുക. ഈ സാജിദിനെ കുറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജോർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ സാജിദ് ചെറുപ്പത്തിലെ തന്നെ വലിയൊരു മതവിശ്വാസിയായിരുന്നു. കാസർഗോഡ് ആയിരിക്കുമ്പോൾ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണെന്നാണ് സാജിദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതുകൂടാതെ സാജിദ് മെക്കയിലേക്ക് ഹജ്ജ് നടത്തി. മെക്കയിലെ അൽഹറം മസ്ജിദിൽ നാളുകൾ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ഖുർആൻ ഒരുപാട് പഠിച്ചു. അപ്പോൾ ഈ സാജിദിനെ നോക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയവരെ നോക്കുമ്പോൾ അവരാരും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ആകൃഷ്ടരായിട്ടാണ് പോയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവർ പോയിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, ഇവരുടെ ഉള്ളിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. അതേ ആശയമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നു. ആ ആശയം നടപ്പാക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റിന് ശക്തിയുണ്ട്, അല്ലെങ്കിൽ അവർക്കത് കഴിയും എന്ന് ഇവർക്ക് മനസ്സിലാക്കിയപ്പോൾ ആണ് ഇവര് അതിലോട്ട് ചേരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേരളത്തിലായിരിക്കെ, നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഇവർ തീവ്രവാദികളാണ്. ഇവർ പക്ക തീവ്രവാദികളാണ്. ഇവരുടെ ഉള്ളിൽ ഒരു തീവ്രമായ ഒരു ആശയമുള്ളത്. ഈ ആശയം എന്താണ്? കാഫിറുകളെ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയിട്ട് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു നിയമപ്രകാരമുള്ള ഒരു ഭരണ സംവിധാനം ലോകത്തിൽ ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോയത്. ഇപ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇനി ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ്. ഇവർക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന മറ്റൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും കേരളത്തിന് ഒഴുക്കുണ്ടാവും. അതുകൊണ്ടാണ് കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്ന് വിവിധ മാധ്യമങ്ങളിലും വിവിധ റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാജിദും 14 പേരുമായിട്ടാണ് അവർ പോയത്. അതിലാണ് സോണിയ സെബാസ്റ്റ്യനുള്ളത്, മിറിനുള്ളത്, നിമിഷ ഫാത്തിമയുള്ളത്, ബെക്സിനുള്ളത്, ബെസ്റ്റിനുള്ളത്, ഇങ്ങനെ
ഒരുപാട് പേരുണ്ട്. അബ്ദുൾ റാഷിദ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട്, ഈ അബ്ദുൾ റാഷിദാണ് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്? അവർ പോയിട്ട് അവിടെ ചെയ്തത് എന്താണ്? അത് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു ഗുരുദ്വാരയിലെ, സിഖുകാരുടെ ഒരു ഗുരുദ്വാരയിലെ അവിടെ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് സാജിദ് അവിടെ ഒരു 60ഓളം പേരെ ആക്രമിച്ചതിന് ശേഷം അതിൽ 28 പേര് കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് അവിടുത്തെ അഫ്ഗാൻ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ആ സമയത്താണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്. എന്തിനാണ് ഇയാൾ പൊട്ടിത്തെറിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയവരെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ പൊട്ടിത്തെറിക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരുടെ മോട്ടീവ്? എന്താണ് ഇവരുടെ ലക്ഷ്യം? നമുക്കറിയാം, ഈ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് തനു അവർക്കൊരു കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി ഒറ്റ വ്യക്തിയിലേക്കാണ് അവർ ലക്ഷ്യം വെച്ചത്. അത് LTT എന്ന് പറഞ്ഞൊരു തീവ്രവാദ സംഘടന അവർക്ക് രാജീവ് ഗാന്ധിയോട് പകയുണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണത്താൽ രാജീവ് ഗാന്ധിയെ അവർ കൊലപ്പെടുത്തുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ലക്ഷ്യം കുറച്ചും കൂടി വിശാലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളാണ്. ഈ കാഫിറുകളെ ഒരാളെ കൊന്നൊടുക്കിയാലോ അല്ലെങ്കിൽ 10 പേരെ കൊന്നൊടുക്കിയാലോ അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം, കൃത്യമായിട്ട് അവർക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവർ കാഫിറുകളെ കൊല്ലപ്പെടുത്തുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവരുടെ ആ സ്വർഗത്തിലെ ആ സംഭവങ്ങളുണ്ടല്ലോ, അതിലേക്ക് ഇവർക്ക് എത്തിച്ചേരാനുള്ള ഒരു വേഗത കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പൊട്ടിത്തെറിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. ഈ അബ്ദുൾ റാഷിദ് എന്താ പറഞ്ഞേ? തൃശ്ശൂർ പൂരത്തിലേക്ക് പോയി നിങ്ങൾ വണ്ടി ഓടിച്ചു കയറ്റുക, കുംഭമേളയിലെ ആക്രമണം നടത്തുക, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ അവിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നൊടുക്കുക, അവരെ ഇല്ലാതാക്കി മുസ്ലിം ഉമ്മത്ത് സ്ഥാപിക്കുക. ഇതാണ് അബ്ദുൾ റാഷിദ് കൊടുത്ത നിർദ്ദേശം. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ അവര് ഇന്ത്യനെ ടാർഗറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ജൂണിൽ ഒരു മാഗസിനിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ അവരെന്താ പറഞ്ഞേ? ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികളെ കൂട്ടമായിട്ട് കൊന്നൊടുക്കുക, അവരുടെ വയറ് കീറുക, അവരുടെ പള്ളികളും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളെല്ലാം ആക്രമിക്കുക. ഇതാണ് അവർ കൊടുത്ത നിർദ്ദേശം. ഇനി ഞാൻ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിൽ ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാവരും ഒരേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും ട്രക്ക് ഇടിച്ചുള്ള കൊലപാതകങ്ങളാണ്. ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റുന്നു. ഈ ട്രക്ക് ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവിടുത്തെ യൂറോപ്പിലെ ഇസ്ലാം മതം വളരുമോ? അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആ കാലിഫേറ്റ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇവർ പഠിച്ച് ഇവർ മനസ്സിലാക്കിയ ആ ഐഡിയോളജി ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ലോകത്ത് മറ്റൊരു തീവ്രവാദ സംഘടനകൾപ്പെട്ടവരും വെറുതെ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കില്ല. അവർക്ക് അത്രയും കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. എവിടെയും പോയി പൊട്ടിത്തെറിക്കും. ഇന്ന് ഇവിടെ വേണം പൊട്ടാം, എവിടെ വേണം പൊട്ടാം, ലോകത്ത് എവിടെ വേണേലും പൊട്ടാം. അത്തരം തീവ്ര ആശയങ്ങളുള്ളവര് ഇതാ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു അപകടമാണ്. ഇതിനെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവർ ഇതിന് മൗന സമ്മതം കൊടുക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദിനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു മതത്തെ തൊടുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇവിടെ എവിടെയാണ് കുഴപ്പം? തീവ്രവാദികൾക്കാണോ കുഴപ്പം? മതത്തിനാണോ കുഴപ്പം? അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണോ കുഴപ്പം? ആർക്കാണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴപ്പം തീർക്കേണ്ട സമയം അതിക്രമിച്ചു. അതല്ലെങ്കിൽ ലോകം മുഴുവൻ വിളിച്ചു പറയും കേരള സാർ 100% ലിറ്ററസി സാർ. ഈ കേരളത്തെ ഇതുപോലെ തീവ്രവാദത്തിന്റെ നാടാക്കിയതിന് പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. അവർ ഈ വോട്ടിന് വേണ്ടിയിട്ട് തീവ്രവാദികളെ തൊടാൻ മടിച്ചു. അവരെ പേടിക്കുന്നത് ഇപ്പോഴും ഒരു മതം അവർക്കെതിരെ തിരിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ MM അക്ബറിന്റെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ 2017 തോന്നുന്നു, അന്ന് അവിടുത്തെ 2ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഒരു അന്യമതസ്ഥനെ മുസ്ലിമായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അവന്റെ കഴുത്തിലെ കൊന്ത പൊട്ടിച്ചു കളയാനാണ്. 2ാമത്തെ ഓപ്ഷനായിട്ട് 2ാം ക്ലാസ്സുകാരനോട് പറയുന്നത് അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു വരാനാ പറയുന്നത്. ഇവിടെ സത്യസരണി ഉണ്ടായിരുന്നല്ലോ. സത്യസരണിയിലെ ലവ് ജിഹാദായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം പരാതികൾ ക്രൈസ്തവർ പറഞ്ഞു. അന്ന് ഈ സത്യസരണിയെ മൂടി പിടിച്ചവര് ഇപ്പൊ PFI നിരോധിച്ചപ്പോൾ കൃത്യമായിട്ട് സത്യസരണിയിൽ എന്തായിരുന്നു ഇത്ര നാൾ നടന്നിരുന്നത്? ഈ സോണിയ സെബാസ്റ്റ്യനും മെറിനും ഇവരെല്ലാവരും ചെന്നുപെട്ട ആ സത്യസരണി, അതിനെക്കുറിച്ച് ആ കാലത്ത് ഒരാൾക്കും പറയാൻ ധൈര്യമില്ല. പീസ് ഇന്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് ആർക്കും പറയാൻ ധൈര്യമില്ല. ഈ MM അക്ബർ ഒരു സ്നേഹ സംവാദം നടത്തി. എത്രയോ ക്രിസ്ത്യൻ വിശ്വാസികളെ വഴിതിരിച്ചു വിട്ടു. അന്ന് MM അക്ബറുടെ ചതി മനസ്സിലാക്കാതെ ധാരാളം വൈദികർ ഈ സംവാദത്തിൽ പെട്ട് മാനവികതയെ കുറിച്ച് സംസാരിച്ചു. കൃത്യമായിട്ട് ആ സമയത്താണ് MM അക്ബർ അവരുടെ ലക്ഷ്യം കൃത്യമായിട്ട് പൂർത്തീകരിച്ചത്. അവരുടെ മതത്തെ ഗ്ലോറിഫൈ ചെയ്തും മറ്റു മതങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടും അവര് അവിടെ സംവാദം നടത്തി. ഈ സംവാദങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ പോലും ഉണ്ടായത്. അതിനുശേഷമാണല്ലോ പരിശുദ്ധ ബൈബിൾ പഠിക്കുന്നത് കൂടാതെ അവര് ഖുറാനും ഹദീസും ഒക്കെ പഠിച്ച് തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ തീവ്ര ഐഡിയോളജി വരുമ്പോൾ റാഡിക്കലൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ റാഡിക്കലൈസേഷൻ പിന്നീട് തുടർന്നോ? ഒരു പ്രോസസ്സും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ പഠന കേന്ദ്രങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അവർ എങ്ങനെയാണ് കുട്ടികളെ വാർത്തെടുക്കുന്നത്? ഇത് പരിശോധിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയും കേരളം നാണം കെടും. 2 കാര്യം കൂടി ഒന്ന് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന അബ്ദുൾ റാഷിദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ 21 അംഗ സംഘം, അല്ലെങ്കിൽ ടോട്ടൽ 98 പേര് കേരളത്തിൽ നിന്നും ഈ അഫ്ഗാനിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് രാജ്യത്തിനെതിരെ ലോകത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയി.
അപ്പോൾ ആ പോയ പുരുഷന്മാരുടെ അവസ്ഥ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇവരെ വിശ്വസിച്ച് പ്രണയക്കെണിയിൽപ്പെട്ട് മതം മാറി ഇവരോടൊപ്പം പോയ സ്ത്രീകളുടെ അവസ്ഥ ഇന്ന് എവിടെ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന നിമിഷയും അല്ലെങ്കിൽ സോണിയ സെബാസ്റ്റ്യനും മെറിനുമൊക്കെ ഈ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊരു പാഠമാണ്, അവരുടെ ജീവിതം ഒരു പാഠമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തങ്ങൾ കല്യാണം കഴിച്ചവർ ഇന്ന് ഈ US സൈന്യത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വെടിയേറ്റ് ഇന്ന് ആ ഭർത്താക്കന്മാരില്ല. ഇന്ന് മറ്റു പലരുടെയും ഒരു പക്ഷേ മറ്റ് തീവ്രവാദികളുടെയൊക്കെ ഒരു അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് അവർ അഫ്ഗാൻ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് ഇനി പ്രണയം നടിച്ചൊക്കെ പ്രണയക്കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് നിരവധി ചെന്നായ കൂട്ടങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ ഉണ്ട്, ചില തീവ്രവാദപരമായിട്ടുള്ള തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ. അപ്പോൾ അത്തരം കെണിയിൽ വീണുപോയാൽ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന നിമിഷയുടെയും അല്ലെങ്കിൽ സോണിയ സെബാസ്റ്റ്യൻ മെറിന്റെയും ഒക്കെ ലൈഫ് എന്ന് നമുക്ക് വളരെ വ്യക്തമായും പറയാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമായിരുന്നു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ആ സിനിമ ഈ ബോധവൽക്കരണം ഇവിടെ നടക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നവർ ആ സിനിമയെ കേരളത്തിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ പണികൾ ചെയ്തു? ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പദ്ധതി ഈ അൽ ബംഗാളി മീഡിയ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റിലൂടെയാണ് ബംഗാൾ കേന്ദ്രീകരിച്ച്, അതിൽ ബംഗ്ലാദേശ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പ്രൊവിൻസ് സ്ഥാപിക്കുവാനുള്ള ഒരു പ്രോസസ്സ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആരംഭിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അത് ഒരു മീഡിയയും കാര്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിനകത്ത് ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ ബംഗ്ലാദേശിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ഡിസംബറിൽ അധികം ആരും അറിയാതെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികം ആരും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വാർത്ത വരികയുണ്ടായി. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നും സെക്യൂരിറ്റി ക്ലിയറൻസ് ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനികൾക്ക് ബംഗ്ലാദേശിൽ എത്താം എന്നൊരു വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന മുഹമ്മദ് യൂനിസ് സർക്കാർ എടുത്തിരിക്കുന്നു. അതായത് ഒരു പാകിസ്ഥാനികൾക്കും ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ട ബംഗ്ലാദേശിൽ എത്താൻ. ഒരു ഫ്രീ വിസ അല്ലെങ്കിൽ വിസ പ്രോസസ്സ് വളരെയധികം ലഘുവാക്കി, വളരെയധികം ഈസിയാക്കി. 2019 ഈ ഷെയ്ഖ് ഹസീന സർക്കാർ അവിടെ ഭരിക്കുമ്പോൾ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിസ റെഗുലേഷൻസ് ഒക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് ഈ ഒരു തീരുമാനത്തിന്റെ ഇമ്പാക്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള ഒരു ചാലായി തീവ്രവാദികൾ ഈ ഒരു തീരുമാനത്തെ എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ഒരു തീവ്രവാദി ബംഗ്ലാദേശിൽ ഈസി ആയിട്ട് എത്തുന്നു, യാതൊരു സെക്യൂരിറ്റി ക്ലിയറൻസും ഇല്ലാതെ ഈസി ആയിട്ട് എത്തുന്നു. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തി തിരികെ ബംഗ്ലാദേശിലെത്തി തിരികെ സുഖമായി പാകിസ്ഥാനിൽ എത്തുന്ന ഒരു അവസ്ഥ, അത് വളരെയധികം ഭീതിജനകമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരെ നമ്മൾ പണ്ട് വിളിച്ചിരുന്നത് ബംഗാളികൾ എന്നാണ് എന്നൊരു കാര്യം കൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ എടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ, ഈ ബംഗാൾ കേന്ദ്രീകരിച്ച് ഒരു പ്രൊവിൻസ് രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകൾ ഇന്ത്യയെ സംബന്ധിച്ച് ഞെട്ടൽ ഉളവാക്കുന്നതാണ്. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലെ ഒരു ഡെമോഗ്രഫി തന്നെ ഈ അനധികൃത കുടിയേറ്റം മൂലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആസാം പോലുള്ള പ്രദേശങ്ങൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ബംഗാൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശ് അത് ഭാവിയിൽ ഒരു തീവ്രവാദത്തിന്റെ ഒരു ഹോട്ട്സ്പോട്ടായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. കാരണം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധി പേർ ഈ തൊഴിലിന്റെ മറവിൽ നിരവധി പേർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഈ കുറെ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്, ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഹാരിസ് ഫറൂഖി എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇന്ത്യ ചീഫ് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ വാർത്തകളെല്ലാം നാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പദ്ധതി. ഒരുപക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റ് കുറേസിന് ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ബംഗാൾ പ്രൊവിൻസിന്റെ ഒരു രൂപവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഇന്ത്യയുടെ സുരക്ഷയെ അതീവ ഗുരുതരമായി ബാധിക്കാവുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് തീർന്നു അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അവസാനിച്ചു എന്ന് നമ്മൾ ഒരിക്കലൊരു ആശ്വാസം കൊള്ളാതെ അവർക്ക് ജന്മം നൽകിയ ആശയങ്ങൾ, ആ ഒരു തീവ്രവാദപരമായിട്ടുള്ള ഐഡിയോളജി നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഐഡിയോളജിയെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒരു വീരപരിവേഷം നൽകി ആരാധിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലും ശക്തമാണ്. ഹമാസിനെ പോരാളികളാക്കി ചിത്രീകരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവണതയ്ക്ക് ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ തീവ്രവാദത്തിന്റെ വലിയൊരു ഹബ്ബായിട്ട് കേരളം മാറാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ
കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സാജിദിന്റെ ആ ഒരു ചിത്രം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മാഗസിനിൽ വന്നത് അതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭവമായി, ഒറ്റപ്പെട്ട സംഭവമായി നമുക്കൊരിക്കലും വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. അത് ചില മുന്നറിയിപ്പുകൾ, ചില സൂചനകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൊടും ഭീകര സംഘടന നൽകുന്നുണ്ട്. കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തങ്ങളുടെ റഡാറിലാണ് എന്ന വളരെ ഞെട്ടിക്കുന്ന, നടുക്കുന്ന ചില സൂചനകൾ. ഒപ്പം തന്നെ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന, അവരുടെ ആശയം പേറി ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്ന ടൈം ബോംബുകളായിട്ടുള്ള നിരവധി പേർ ലോകത്തിലുടനീളം ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും പുറത്തു വരുന്ന നിരവധി സംഭവങ്ങൾ അതാണ് നമുക്ക് നൽകുന്ന വ്യക്തമായിട്ടുള്ള സൂചന. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര പന്തിയല്ല. വെറും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ ദൂരവ്യാപകമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് നോട്ടമിട്ട് കഴിഞ്ഞു കേരളത്തെ, ഭാരതത്തെ. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക ഭരണകൂടമേ, ഉണർന്ന് പ്രവർത്തിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ. നിങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു തിമിരം മാറ്റിവെച്ച് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക. ഇനിയൊരു വ്യക്തിയും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ആ ഒരു ഭീകര സംഘടനയിൽ, ആ ഭീകര ആശയത്തിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അത്തരം മേഖലകളിലേക്ക് പോവാതിരിക്കട്ടെ. ഒപ്പം തന്നെ ഇവിടെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട യുവജനങ്ങളെ, അവരെ ഡി റാഡിക്കലൈസ് ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഇവിടുത്തെ ഭരണകൂടങ്ങൾ എടുക്കട്ടെ എന്ന നിലപാടുകൾ അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.